ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ സുരേഷ്. എല്ലാവർക്കും മെട്രിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എക്സാം ഒക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് സമയത്ത് വേഗത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. RRB എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് RRB ക്ലർക്ക് എക്സാം. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ആഴ്ച PO എക്സാം, 21-22 PO എക്സാമും ഉണ്ട്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പഠിക്കുന്ന ധൃതിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് എല്ലാവരും പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഞാൻ ഇന്നിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ POയ്ക്കും ക്ലർക്കിനും ഒരേ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് PO എക്സാമിന് നമ്മൾ ഏത് രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ പഠിക്കുന്നു അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ക്ലർക്കിന് വേണ്ടി പഠിക്കും. എക്സാം എഴുതുമ്പോൾ നമ്മൾ പറയും ക്ലർക്ക് എക്സാം എളുപ്പമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. PO കുറച്ച് പാടായിരുന്നു, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും കാണാൻ പറ്റില്ല. സ്ഥിരമായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ക്ലർക്ക് എക്സാമിന് എളുപ്പമായിട്ട് സമയം കിട്ടാതിരിക്കുന്നത്? ആക്ച്വലി ഇത് എളുപ്പമായതുകൊണ്ടാണോ നമുക്ക് സമയം കിട്ടാതിരുന്നത്? നമുക്ക് ആ എക്സാം എളുപ്പമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ 20 മിനിറ്റിൽ 25 ക്വസ്റ്റ്യൻ 35 ക്വസ്റ്റ്യൻ, സാധാരണ ഈ RRB എക്സാമിന്റെ കേസിലാണെങ്കിൽ 20 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാൻ പറ്റണം. എങ്കിലേ നമുക്ക് ക്ലർക്ക് എക്സാം എന്തായാലും റീസണിങ് ആയാലും QA ആയാലും എളുപ്പമാവും. അപ്പൊ നമുക്കത് എളുപ്പമാണ്, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് നമുക്ക് ഈ 40 ക്വസ്റ്റ്യനിൽ 30 ക്വസ്റ്റ്യൻ വരെ എത്തുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതിനകത്തോ നമ്മൾ പഠിക്കുന്ന മെത്തേഡിനകത്തോ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ, POയുടെയും ക്ലർക്കിനും വേണ്ടി എല്ലാവരും ഒരേപോലെയാണ് പഠിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ക്ലർക്ക് എക്സാം പഠിക്കുന്നതിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്, PO എക്സാമിന് വേണ്ടി പഠിക്കുന്നതിന് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആരും അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമല്ല പഠിക്കുന്നത്. എല്ലാവരും ഒരേ ക്വസ്റ്റ്യൻ ഇങ്ങനെ വേഗത്തിൽ പഠിക്കുന്നു. പിന്നെ ഒരു കുറച്ചുനാൾ കഴിയുമ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കും, എനിക്ക് ടഫ് ക്വസ്റ്റ്യൻ എഴുതാൻ വയ്യ, പഠിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ എന്ത് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, ക്ലർക്ക് എക്സാം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ക്ലർക്കിന് മാത്രമേ പഠിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. നമുക്ക് POയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും PO ലെവലിൽ ചിന്തിച്ച് PO ലെവലിൽ മനസ്സിലാക്കി PO ലെവലിൽ ചെയ്യണം. എങ്കിൽ നമുക്ക് POയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. അതായത് PO ലെവലിൽ 35 ക്വസ്റ്റ്യൻ 35 ചെയ്യണ്ട, നമ്മൾ 35 25 ചെയ്താൽ മതി. മാക്സിമം 20 to 25 ചെയ്താൽ മതി. ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്ന കാര്യമാണ്. അപ്പം PO ആയാലും ക്ലർക്ക് ആയാലും നമുക്ക് പ്രിലിമിനറി എക്സാം നോക്കുമ്പോൾ അതിനകത്ത് എല്ലാം, അത് RA ആയാലും QA ആയാലും ഇംഗ്ലീഷ് ആയാലും 20 മിനിറ്റ് സമയവും നമുക്ക് ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യനും ബാക്കിയുള്ള RAയ്ക്കും QAയ്ക്കും 35 ക്വസ്റ്റ്യൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മൾ 20 മിനിറ്റ് കൊണ്ട് 35 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അത് PO ലെവലിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ 35 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമിനും പോകരുത്. PO എക്സാമിന് 35 ചെയ്യണമെന്ന് വെച്ച് ചെയ്യരുത്. ഒരു ക്വസ്റ്റ്യന്റെയും നമ്മൾ അങ്ങനെ ഇരുന്ന് പോകരുത്. എനിക്ക് 35 ചെയ്യണം എന്നുള്ളൊരു വിചാരമുള്ളതുകൊണ്ടാണ് ഞാൻ പാടുള്ള ക്വസ്റ്റ്യങ്ങൾക്കും എന്ത് ചെയ്യുന്നത്, അതും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഞാൻ എളുപ്പത്തിൽ വേഗത്തിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ, PO എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് നമ്പർ സീരീസ് തന്നാലും ഗ്രാഫ് തന്നാലും അല്ലെങ്കിൽ അതുപോലെ 5 സെറ്റുള്ള ഏത് ക്വസ്റ്റ്യൻ തന്നാലും അതിലെ ഒരു 3 ക്വസ്റ്റ്യൻ ഒരു ആവറേജ് റേഞ്ച് സിമ്പിൾ ലെവലായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഒരു മോഡറേറ്റ് ലെവലായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒരു ടഫ് ലെവലായിരിക്കും. ഗ്രാഫൊക്കെ ആണെങ്കിൽ Aയുടെ മൊത്തം വാല്യൂ Bയുടെ മൊത്തം വാല്യൂ എടുത്ത് അതിന്റെ ആവറേജ് പെർസെന്റേജ് റേഷ്യോ എടുക്കുന്നത് തരും. അത് പാടെന്നല്ല ഞാൻ പറയുന്നത്, ഒരു ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ PO ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, ഇത് മാർക്ക് ഫോർ റിവ്യൂ ചെയ്തിട്ട് ആ സമയത്ത് നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയമുണ്ട്, നിങ്ങൾക്ക് വേറെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, 2 or 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ ആ സമയം നിങ്ങൾക്ക് എടുക്കാം. 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടി. ഈ ഒരു ടഫ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ സമയം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി വേണം മോക്ക് ടെസ്റ്റ് ചെയ്യും. നമ്മളെല്ലാവരും ഫോണിലൊക്കെ ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയിരുന്നു, സ്വന്തമായിട്ട് ആർജിക്കണം. ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്താൽ എനിക്ക് കൂടുതൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എന്റെ എറർ കുറയ്ക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ എനിക്ക് കൂടുതൽ കറക്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ സ്കോർ എത്തിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചിന്തിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്പീഡ് കൂട്ടേണ്ടത്. അല്ലാതെ നമുക്ക് പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യണ്ട. PO ലെവലിൽ അങ്ങനെ ചിന്തിക്കുക ചെയ്യരുത്. നമ്മൾ 25 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാക്സിമം പോകാം. മാക്സിമം 25 ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എത്തിയിരിക്കാം. എങ്കിലേ നമ്മൾ PO എക്സാം എഴുതിയിട്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ ഈ 35 മിനിറ്റ് നമ്മൾ 25 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം എന്ത് ചെയ്യണം, എത്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാവും, ആ എക്സാം ഹാളിൽ ഇറങ്ങാവും. അതിപ്പോൾ RA ആണെങ്കിൽ 20 ഉറപ്പായിട്ടും കൃത്യതെല്ലാം ശരിയായിരിക്കണം, 25 ചെയ്യണം. QA 25 ചെയ്യണം. ഇംഗ്ലീഷിൽ 30-25 ചെയ്യണം. നമ്മൾ 75 മാർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ ഒരു PO എക്സാം എന്ത് ചെയ്യും, പ്രിലിമിനറി ക്ലിയർ ചെയ്യും. കാരണം പ്രിലിമിനറിക്ക് ഒരിക്കലും എന്തായാലും 75 കട്ട് ഓഫ് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു 75 മാർക്കിന് വേണ്ടിയേ നമ്മൾ എന്ത് ചെയ്യാവും, പ്രിപ്പയർ ചെയ്ത് അവിടെ പോയി എക്സാം എഴുതാവും. നമ്മൾ 100-ന് വേണ്ടി എഴുതാൻ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടഫുള്ള ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് നിൽക്കുകയും സിമ്പിൾ ക്വസ്റ്റ്യൻ കാണാതെ പോവുകയും ചെയ്തു. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലർക്ക് എക്സാം നേരെ ഓപ്പോസിറ്റ്. ഞാൻ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ക്ലർക്ക് എക്സാം RRB പോലെ എക്സാമിന് കട്ട് ഓഫ് വരുന്നത് 77, 78. എത്ര 18 ഔട്ട് ഓഫ് 18 77 ആണ് കട്ട് ഓഫ് ക്ലർക്കിന്റെ. എന്ന് വെച്ചാൽ നമ്മൾ 80 ക്വസ്റ്റിനിൽ 80 അറ്റൻഡ് ചെയ്യണം എന്നാണ് അർത്ഥം. അതായത് ഈ പറയുന്ന 45 മിനിറ്റ് കോമ്പോസിറ്റ് ടൈമാണ്. അതായത് ഈ 45 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം, ഇഷ്ടമുള്ള ആളെ ചെയ്യാം. സെപ്പറേറ്റ് ടൈമിംഗ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ രണ്ടിനും കൂടി എത്ര സമയമുള്ളൂ? 45 മിനിറ്റേ ഉള്ളൂ. 80 ക്വസ്റ്റ്യൻ 80 മാർക്ക്. ഈ 80 മാർക്ക് നമ്മൾ അറ്റൻഡ് ചെയ്തെങ്കിൽ എന്ത് കിട്ടുള്ളൂ? നമുക്കത് പാസ് ആവാൻ പറ്റൂ എന്നൊരു ഐഡിയ ഉണ്ടാവും. അതിന് നമ്മുടെ സ്ട്രാറ്റജി വേറെയാണ്. എന്ന് വെച്ചാൽ ഈ RRB ക്ലർക്കിന്റെ ക്വസ്റ്റ്യൻ അത്രയും സിമ്പിൾ ആണ്. നമ്മൾ PO ക്ക് ചിന്തിക്കുന്ന ചിന്തയോ PO ക്ക് ചിന്തിക്കുന്ന കാൽക്കുലേഷനോ ഒന്നും വേണ്ട. RRB ക്ലർക്ക് എക്സാം നിങ്ങൾ QA സെക്ഷനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നോക്കുക. സിംപ്ലിഫിക്കേഷൻ ആയാലും വേർഡ് പ്രോബ്ലം ആയാലും ഗ്രാഫ് ആയാലും കമ്പ്യൂട്ടറിൽ നോക്കുക. കമ്പ്യൂട്ടറിൽ നോക്കി ചിന്തിക്കുക. കമ്പ്യൂട്ടറിൽ നോക്കി തന്നെ സൊല്യൂഷൻ മൈൻഡിൽ തന്നെ ചെയ്യുക. ആൻസർ കുത്തുക. അടുത്ത ക്വസ്റ്റ്യൻ പോവുക. നിങ്ങൾ പേപ്പറും പേന എടുത്ത് ശീലിക്കരുത് ഒരു ക്ലർക്ക് എക്സാമിന്. നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ ശീലം. അതാണത് പേപ്പറിൽ പേന എടുത്ത് എഴുതി ചെയ്ത് 2 സ്റ്റെപ്പ് എഴുതിയെങ്കിൽ നമുക്ക് ആൻസർ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഞാൻ എല്ലാ കുട്ടികളോടും പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യണം. ഒരു ക്ലർക്ക് എക്സാമിന് മൈൻഡ് കാൽക്കുലേഷൻ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം അതിനു വേണ്ടിയുള്ള ക്വസ്റ്റിനെ തരുള്ളൂ. അത്രയും സിമ്പിൾ ആയിരിക്കും. നോക്കിയാൽ കിട്ടും. അപ്പൊ അങ്ങനെ നോക്കിയാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വെറുതെ എഴുതി ചെയ്ത് സമയം കളയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് എത്തിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഇന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ക്ലർക്ക് എക്സാം പഠിക്കുകയാണെങ്കിൽ PO ലെവലിൽ പഠിക്കരുത്, ക്ലർക്ക് ലെവലിലെ പഠിക്കാവൂ. ക്ലർക്ക് ലെവലിലെ ക്വസ്റ്റിനെ പ്രാക്ടീസ് ചെയ്യാവൂ. അതായത് സിമ്പിൾ ക്വസ്റ്റ്യൻ എടുക്കണം, സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം, അത് സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്യണം. അതായത് എഴുതി ചെയ്യാതെ മനസ്സിൽ ചിന്തിക്കണം, ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ. പസിലായാലും ഗ്രാഫ് ആയാലും ഇനിക്വാളിറ്റി ആയാലും സിലോജിസ് ആയാലും നമ്പർ സീരീസ് ആയാലും സിംപ്ലിഫിക്കേഷൻ ആയാലും അപ്രോക്സിമേഷൻ ആയാലും ഏത് ക്വസ്റ്റ്യൻ ആയാലും ക്ലർക്ക് ലെവലാണോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ പ്രിലിമിനറി എക്സാം. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ തന്നെ ചിന്തിക്കണം, മനസ്സിൽ ചെയ്ത് നോക്കി ആൻസർ കുത്താൻ ശീലിക്കണം. ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ആ ഒരു വ്യത്യാസം വളരെ വ്യത്യാസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതുമ്പോൾ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. നമ്മൾ നോക്കി ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ആ സമയം നമുക്ക് ഫീൽ ആയിട്ട് കിട്ടും. കറക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ ടൈം നമുക്ക് അറിയാൻ പറ്റും. ചിന്തിക്കുന്ന ഒരു വേഗത നമുക്ക് അറിയാം. ഈ സമയം പോലെ നമുക്ക് മാറ്റി വേറെ പ്രശ്നം നോക്കാം എന്നൊക്കെ ചിന്തിക്കും. എഴുതുവാണെങ്കിൽ നമ്മൾ ആരും അടിക്കൽ ഇങ്ങനെ ചെയ്ത് വേഗം ചെയ്യാൻ പറയും. പക്ഷെ 1 പേജ് 2 പേജ് 3 പേജ് 4 പേജ് നമ്മുടെ എക്സാം കഴിഞ്ഞാൽ 4 A4 ഷീറ്റ് ഫുള്ള് ചെയ്ത് നിർത്തുകയാണ്. അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആയി കളയാം. അപ്പൊ ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്? A4 ഷീറ്റിനകത്ത് എഴുതി സമയം കളയരുത്. ഒരു PO ലെവലാണെങ്കിൽ കുറച്ച് ടഫായിരിക്കും ക്വസ്റ്റ്യൻ. മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്നവരെ ആൻസർ എടുത്ത് എഴുതി വെക്കണം. എന്നിട്ട് ബാക്കി ചെയ്തിട്ട് ആ ആൻസർ കൂടെ എഴുതി വെച്ച് അത് തന്നെ എന്ത് ചെയ്യണം? ഒന്ന് സോൾവ് ചെയ്യണം. ഓക്കെ, PO ലെവലാണെങ്കിൽ പോലും മൈൻഡ് കാൽക്കുലേഷൻ വളരെ ബെസ്റ്റാണ്. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യാവൂ? പേപ്പറും പേന യൂസ് ചെയ്യാവും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം? ഏത് ക്വസ്റ്റ്യൻ ആയാലും പേപ്പറും പേന യൂസ് ചെയ്യാതെ തന്നെ ചെയ്ത് ശീലിക്കണം. നിങ്ങൾ എന്ത് ചെയ്ത് ശീലിക്കുന്നോ, എന്ത് പഠിക്കുന്നോ അതേ നിങ്ങൾ എക്സാം ഹാളിൽ കാണിക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ കിട്ടിയാലും നാളെ വീട്ടിൽ പോയി പഠിക്കാം. നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരാ, വീട്ടിൽ പോയിട്ട് നോട്ട് എടുത്ത് നോക്കാം. കുഞ്ഞു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് ചെയ്യില്ല. നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ എഴുതി അതിന്റെ ആൻസർ എഴുതി സ്റ്റെപ്പ് എഴുതി ഒക്കെ വെക്കുള്ളൂ. നിങ്ങൾ എക്സാമിന് പോയാലും നിങ്ങൾ അതേ ഓർക്കുള്ളൂ. ആ സ്റ്റെപ്പും ആ കാര്യങ്ങളും എല്ലാം ഓർക്കുള്ളൂ. നിങ്ങൾ അത് അങ്ങനെ ചെയ്യാതെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നു, ഏജ് ഓഫ് A ഇതാണ്, ഏജ് ഓഫ് B അതാണ്, 10 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും, എങ്കിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഐഡിയ സ്പാർക്കാവും. ആ ഐഡിയ സ്പാർക്ക് ആയാൽ തന്നെ മതി. ഏത് ടോപ്പിക് ആയാലും ഏത് സിലബസ് ആയാലും QA ആയാലും RA ആയാലും നിങ്ങൾക്ക് അത് ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അത്രയും ഫ്രീ ആയിട്ട് തോന്നും. ഇതൊക്കെ ഇത്ര ഉള്ളായിരുന്നു എന്ന് തോന്നും. നമുക്ക് അതിന്റെ ഉള്ളറിയാതെ പുറത്ത് കിടന്ന് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഓരോന്നിനോരോ ഇക്വേഷനും ഓരോന്നിനോരോ ടഫായിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നു. എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കി അതിന്റെ ഐഡിയ മനസ്സിലാക്കി ചെയ്താൽ അത്രേ ഉള്ളൂ ഏതാ എക്സാം. ഇപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചാൽ ഇപ്പം RRB ക്ലർക്ക് എക്സാം വന്നു, POയുടെ ഇന്നലെ ഹാൾ ടിക്കറ്റ് വന്നു. അപ്പൊ എക്സാം ഉണ്ട് 22, 21, 22. അടുത്ത ആഴ്ച ക്ലർക്ക് എക്സാം ഉണ്ട്. എല്ലാവരും അതെല്ലാം അത്യാവശ്യം പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നിങ്ങളെ RRBക്ക് വേണ്ടി ഉപദേശിക്കുന്നതിന് അർത്ഥമില്ല. എങ്കിലും ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ IBPS ക്ലർക്ക് എക്സാം വരുന്നുണ്ട്. IBPS എക്സാം എന്നായിരുന്നു ഒക്ടോബർ. IBPS POയുടെ എക്സാം ഒക്ടോബർ 15, 16, 22 ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒക്ടോബർ 15, 16, 22. ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം ഒരു 10-75 ദിവസം. ഇന്ന് മുതൽ 75 ദിവസം കൊണ്ട് നമുക്കൊരു IBPS PO ക്രാക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഏകദേശം 2.5 മാസം ഉണ്ട് ഇനി IBPS POയുടെ പ്രിലിമിനറി എക്സാമിന്. നിങ്ങളൊരു 0-ൽ നിൽക്കുകയാണെങ്കിൽ പോലും ഈ ഒരു 2.5 മാസം മതി നിങ്ങളൊരു ഹീറോ ആക്കുക. ആ ഒരു 2.5 മാസം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ, സ്ട്രാറ്റജി വെച്ച് പഠിച്ചാൽ, എങ്ങനെ ഒരു PO ക്രാക്ക് ചെയ്യണം എന്നൊരു ഐഡിയോടെ പഠിച്ചാൽ
അല്ലാതെ കുറെ ക്വസ്റ്റ്യൻ എടുക്കുന്നു ചെയ്തു നോക്കുന്നു അതല്ല. ഒരു എക്സാം എങ്ങനെ ചെയ്താൽ പാസ്സാകുമെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അതിനുവേണ്ടി ഡെയിലി മോക്ക് എക്സാം എഴുതണം. ഓരോ മോക്ക് എക്സാമിൽ നിന്നും നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കണം. ഓരോ കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട. ഏത് മോക്ക് എക്സാം എഴുതിയാലും നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തുകൊണ്ട് തെറ്റിപ്പോയി, എന്തുകൊണ്ട് അത്ര ചെയ്യാൻ പറ്റില്ല. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടെത്തിയേ പറ്റും. ഇത് 3 നിങ്ങൾ കണ്ടെത്തി ഇത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത മോക്ക് എക്സാം ചെയ്യാൻ. ഡെയിലി നിങ്ങൾ മിനിമം 1-2 മോക്ക് എക്സാമിൽ ചെയ്തേ പറ്റും. ഇഷ്ടം പോലെ ഓൺലൈൻ സൈറ്റ് ഉണ്ട്, ഫ്രീ ആയിട്ടോ അല്ലാതെ ഒക്കെ കിട്ടും. അതിനൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി ചെയ്യാം. എളുപ്പമുള്ളത് ചെയ്യാം, അല്ലാതെ ടഫുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഏത് മോക്ക് എക്സാം ചെയ്താലും ചുമ്മാ കുറെ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യുന്നു, ഇത്ര മാർക്ക് കിട്ടി ഇത്ര മാർക്ക് കിട്ടില്ല, അതല്ല. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനകത്ത് എന്തുകൊണ്ട് കിട്ടിയില്ല, എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് നിങ്ങൾ ആ മോക്ക് എക്സാമിന്റെ ഗുണം കറക്റ്റായിട്ട് അനുഭവിക്കുന്നത്. അത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം. അപ്പൊ പിഒയുടെ എക്സാമിന് IBPS PO നിങ്ങൾക്ക് മനസ്സിലാക്കാം. 12 നാഷണലൈസ് ബാങ്ക് ഉള്ളതിൽ SBI വെച്ച് ബാക്കി 11 ബാങ്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സാമാണ് IBPS PO. നമുക്കൊരു മാനേജറായിട്ട് ഇരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എന്ത്, ഒരു IBPS PO. നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കണം, ഒരു IBPS PO നമുക്ക് ജസ്റ്റ് മിസ്സായിപ്പോയി, എക്സാം എഴുതി ഞാൻ പാസ്സായില്ല എങ്കിൽ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ വീണ്ടും 1 വർഷം കാത്തിരിക്കണം. നിങ്ങളുടെ 1 വയസ്സ് നിങ്ങൾ വീണ്ടും കളയണം അടുത്ത എക്സാമിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കണം, ഞാൻ ഇപ്പൊ അതും കൂടി പഠിച്ചാൽ എന്റെ 1 വർഷം എനിക്ക് ലാഭിക്കും. അതിനും കൂടി ഉള്ള എഫോർട്ട് ഞാൻ ഇപ്പോൾ എടുത്ത് എന്റെ ആ ജീവിതത്തിൽ 1 വർഷം എനിക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ 1 വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കളയും, നിങ്ങൾക്ക് കിട്ടും. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു അച്ചീവർ ആണെങ്കിൽ, നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അടുത്ത വർഷം കിട്ടിയേ പറ്റും. അതെന്തായാലും കിട്ടും. അത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പോകുന്നവരെല്ലാം മണ്ടന്മാരാണ്. കാരണം നമുക്ക് എല്ലാവർക്കും കിട്ടും. അതിന് നമ്മൾ മനസ്സ് വയ്ക്കണം, നമ്മൾ പരിശ്രമിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും കിട്ടും. എനിക്ക് മാത്സ് അറിയത്തില്ല, എനിക്ക് കാൽക്കുലേഷൻ അറിയത്തില്ല, എനിക്ക് റീസണിംഗ് പസിൽ കിട്ടുന്നില്ല, പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് മനസ്സുണ്ടോ, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു താക്കത്തുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. എന്ന് രാവിലെ എനിക്ക് എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് മാത്രം എഴുന്നേക്കുക. അല്ലാതെ ഞാൻ മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് 30 മാർക്കേ ഉള്ളൂ, ഞാൻ മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് 50 മാർക്കേ ഉള്ളൂ, എനിക്കൊന്നും കിട്ടത്തില്ല, അതിനകത്ത് കട്ട് ഓഫ് ഒക്കെ 75 എങ്കിൽ എനിക്കൊന്നും കിട്ടത്തില്ല, എനിക്ക് നിർത്തിയേക്കാം, വെറുതെ വീട്ടുകാരുടെ പൈസ കളയണ്ട എന്നാണ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നെങ്കിൽ നമ്മളുടെ പ്രവൃത്തി എല്ലാം അങ്ങനെ തന്നെയാണ്, എല്ലാം ഡീമോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രയത്നിക്കുന്നതും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എല്ലാവർക്കും കഴിയുമെങ്കിൽ എനിക്ക് കഴിയും എന്ന് മനസ്സിലാക്കുക. ആർക്കെങ്കിലുമൊക്കെ ഇതെഴുതി പാസ്സാകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്കും പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നെ പോലെയുള്ളവരാണ് ബാക്കി എല്ലാവരും, ആരും കൂടുതലില്ല കുറവില്ല. പിന്നെ ആർക്ക് കിട്ടുന്നു, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതും കൂടുതൽ പ്രയത്നിക്കുന്നതായിട്ടുള്ള ആൾക്കാർക്ക് വേഗം ജോലി കിട്ടും. അപ്പൊ നമ്മൾ അതിലൊരാളാവാൻ ശ്രമിക്കുക. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ ജോലി കിട്ടാൻ വേണ്ടി എന്താണ് പ്രാപ്തനാണോ, അതിനുവേണ്ടി ഞാൻ എഫോർട്ട്. നിങ്ങളോട് തന്നെ എപ്പോഴും ചോദിക്കണം, ഈ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ അർഹനാണോ എന്ന് നിങ്ങളോട് നിങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾ പറയും, അതെ ഞാൻ പഠിക്കുന്നുണ്ട്, അല്ല ഞാൻ അർഹനല്ല, ഞാൻ അത്ര എഫോർട്ട് എടുക്കുന്നില്ല എന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ അർഹനാണ് എന്നുള്ള രീതിയിൽ നിങ്ങളെ മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രയത്നിക്കണം. കൂടുതൽ ഉപദേശമൊന്നുമില്ല, നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ മതി. അതിനുള്ള എല്ലാ ഹെൽപ്പുകളും ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. പിന്നെ IBPS ക്ലർക്കിന്റെ എക്സാം പറയുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ SBI വെച്ച് ബാക്കിയുള്ള 11 നാഷണലൈസ് ബാങ്കും അറ്റംപ്റ്റ് ചെയ്യുന്ന വളരെ വലിയ വാസ്റ്റ് ആയിട്ടുള്ള വേക്കൻസി ഉള്ളൊരു പൂളാണെന്ന് IBPS ക്ലർക്കിന്റെ എക്സാം. അതിന് ഏകദേശം 4,000 എത്ര ഒഴിവുണ്ട്. 4,000 ഒഴിവ് POയ്ക്കാണ്, 6,000 ഒഴിവ് എന്തോ 6,200 ഒഴിവ് എന്തോ ക്ലർക്കിനുമുണ്ട്. നമുക്കിതെല്ലാം യൂസബിൾ ആകും എന്ന് കരുതി നമുക്കിതെല്ലാം 6,000 ഒഴിവിലെല്ലാം നമുക്ക് പോകുന്ന ക്ലർക്കിൽ നമുക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് വേണ്ട അങ്ങനെ വരും, ഓരോ റീജിയൻ വരുമ്പോൾ. അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്കത് എഴുതാൻ പറ്റും. ക്ലർക്ക് എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. ക്ലർക്കിന്റെ എക്സാം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആഗസ്റ്റ് 28 സെപ്റ്റംബർ 3-4 തീയതിയാൻ തോന്നുന്നു. അതായത് ആഗസ്റ്റ് 28 സെപ്റ്റംബർ 3-4 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഏകദേശം ഒരു 30-35 ദിവസമേ മാക്സിമം ഉള്ളൂ. നമുക്ക് POയ്ക്ക് വേണ്ടി 3.5 മാസം 75 ദിവസമുണ്ട്. പക്ഷെ ക്ലർക്കിന് വേണ്ടി ഇനി 1 മാസം കഷ്ടി, 1 മാസം കഷ്ടിയല്ല, 1 മാസം പിന്നെ 5 ദിവസം വേണം, ഒരു 30 ദിവസമേ ഉള്ളൂ ക്ലർക്ക് പഠിക്കും. അപ്പൊ നിങ്ങൾ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഒരു ദിവസം നിങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങൾ POയ്ക്ക് വേണ്ടിയും പഠിക്കണം, ക്ലർക്കിന് വേണ്ടിയും പഠിക്കണം. രണ്ടും രണ്ടായിട്ട് തന്നെ പഠിക്കണം. കാര്യം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ക്ലർക്കിന് വേണ്ടി പഠിക്കുന്ന പഠിത്തമല്ല POയ്ക്ക് വേണ്ടി, POയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ചിന്തയല്ല ക്ലർക്കിന് വേണ്ടി. അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു അതേ നിങ്ങൾക്ക് ബെനിഫിറ്റബിൾ ആവും. അത് ക്ലർക്കിനും ബെനിഫിറ്റ് ആവും, POയ്ക്കും ബെനിഫിറ്റ് ആവും. കാരണം അങ്ങനെ ചിന്തിച്ച് തന്നെ പഠിക്കണം. ക്ലർക്കിന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എടുത്ത് ആ രീതി ചിന്തിച്ച് മൈൻഡ് കാൽക്കുലേഷൻ തന്നെ ആൻസർ എടുത്തേക്കണം. POയ്ക്ക് POയുടെ രീതി ചിന്തിച്ച് എന്താണ് ക്വസ്റ്റ്യനിലെ ട്രിക്കി എന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടത് കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചേ ചെയ്യാവൂ.
PA ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നല്ല ടഫായിട്ടുള്ള പസിൽ, പുതിയ പാറ്റേൺ ആണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ ചുമ്മാ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, പുതിയ ലേറ്റസ്റ്റ് പാറ്റേണുള്ള ക്വസ്റ്റ്യൻ കൂടെ നോക്കണം. പസിലൊക്കെ നല്ല ട്രിക്കിയാണ്. നേരിട്ട് തരുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടാവില്ല. നമ്മൾ കുറെ പോസിബിലിറ്റി ഒക്കെ എടുത്ത് വെച്ചാൽ ചെയ്യണം. ചുമ്മാ വരച്ച് പോസിബിലിറ്റി ആക്കാൻ നമുക്ക് എക്സാമിൽ നമുക്ക് തലവേദനയായിരിക്കും. അപ്പൊ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഫ്ലോർ ആയാലും ബോക്സ് ആയാലും സർക്കിൾ ആയാലും അൺനോൺ പേഴ്സൺ സിറ്റിംഗ് സ്ട്രേറ്റ് ലൈൻ ആയാലും ഏത് ബസ്സിലായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് സ്ട്രാറ്റജി ഉണ്ടാകും. കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കണം. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പൊതു അറിവുണ്ട്. 5-6 മാസം കഴിഞ്ഞാൽ ഈ ബസ്സിലൊക്കെ ചെയ്യാൻ അറിയാം എന്നിട്ട് ഞാൻ ഇനി ബാക്കി QA മാത്രം പഠിച്ചാൽ മതി എന്നുള്ള ചിന്തയുണ്ട്. പലപ്പോഴും ബസ്സിൽ ചെയ്താൽ മതി എന്നൊക്കെ ഒരു ചിന്ത വരും. അതിൽ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കുറെ ബസ്സിൽ ചെയ്യുമ്പോൾ പുതിയ ബസ്സിനകത്തൊക്കെ പുതിയ ടേംസ് വരും. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയണം, 3% അബോ അല്ലെങ്കിൽ ബിറ്റ്വീൻ 3 എന്നുള്ളതിന് പകരം പുതിയ വാക്കുകൾ അവർ തരുന്നത്. എക്സാമിന് പോയിട്ട് നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ ഇത് 3% ബിറ്റ്വീൻ ആണോ അതോ 3 പേര് അത് കഴിഞ്ഞിട്ടാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ വരും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ ഫ്ലോറിനായാലും 3 ഫ്ലോർ കഴിഞ്ഞ് 4ാമത്തെ ഫ്ലോർ ആണോ അതോ 3ാമത്തെ ഫ്ലോർ ആണോ എന്നൊക്കെ ഡൗട്ട്. ഒന്ന് മാറിപ്പോയി തീർന്നില്ല നമ്മളെ എക്സാം. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്ന ഇവിടെ എക്സാമിന് പോയിട്ടാണ്, നമുക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം മോക്ക് ചെയ്യണം. അപ്പൊ മോക്കൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഈ പുതിയ ടൈംസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഈ പുതിയ ടൈംസ് കാണും. അപ്പൊ നിങ്ങൾക്ക് മോക്ക് ചെയ്യുമ്പോൾ മാർക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് എന്റെ മാർക്ക് പോയി, എന്തുകൊണ്ട് നീ തെറ്റി, അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെടുത്ത ആ വാക്കിന്റെ വേർഡിന്റെ മീനിങ് നിങ്ങൾ ഉദ്ദേശിച്ചാണല്ല, അത് ഇങ്ങനെയാണ്, 3 പേര് കഴിഞ്ഞിട്ടാണ്, ചില വാക്ക് അത് ബിറ്റ്വീനാണ് എന്നൊക്കെയുള്ള ഒരു സ്പെഷ്യൽ വേർഡ്, പുതിയ വേർഡുകൾ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പോലും അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് ആ ഒരു പസിൽ, അതുപോലത്തെ പസിൽ ഈസി ആയിട്ട് കിട്ടും. ഞാൻ പറയാൻ വന്ന കാര്യത്തിലേ ഉള്ളൂ. പുതിയ പസിലുകൾ, പുതിയ ഗ്രാഫുകൾ, മിക്സഡ് ഗ്രാഫ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് വെച്ചുള്ള ഗ്രാഫ്, ടൈമർ വെച്ചുള്ള ഗ്രാഫ്, മിസ്സിംഗ് ഗ്രാഫ്, അങ്ങനെ പുതിയ പാറ്റേണിലുള്ള ഗ്രാഫുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ പഠിക്കണം. അത് എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, അത് കണക്കിന് ഗ്രാഫൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം പെർസെന്റേജ് രീതിയിൽ എന്നുവെച്ചാൽ ഈ എഫക്റ്റീവ് രീതിയിലൊക്കെ മൈൻഡ് കാൽക്കുലേഷൻ തന്നെ കാൽക്കുലേഷൻ ചെയ്യും. അതായത് എത്ര പെർസെന്റ് ആണ് 2000 ആയാലും 1000 ആയാലും ആവറേജ് എടുക്കുന്ന കാര്യമായിട്ട് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എളുപ്പത്തിൽ ചെയ്യണം. ചുമ്മാ ഇക്വേഷൻ പറഞ്ഞിട്ട് ചെയ്യാതെ എന്തൊക്കെ എളുപ്പത്തിൽ രീതി ചെയ്യാമോ അത്രയൊക്കെ എളുപ്പത്തിൽ ചെയ്ത് വേഗം ആൻസറിലേക്ക് എത്തിക്കുക. പേപ്പറിൽ ചെയ്യാതെ മനസ്സിൽ ചെയ്താൽ അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. തുടക്കത്തിൽ കുറച്ച് പാടായിരിക്കും, പക്ഷെ നിങ്ങൾ ശീലിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാക്കും. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 35 ദിവസമേ ഉള്ളൂ ക്ലർക്ക് എക്സാം, IBPS ക്ലർക്കിന്. അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു IBPS ക്ലർക്കിന് വേണ്ടി നിങ്ങൾ 1 വർഷം കാത്തിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, മനസ്സിലെ ഫയർ, ആ തീ അത് കത്തിച്ചാണ് വെച്ചേക്കാം. ഇനി 1 മാസമേ ഉള്ളൂ എനിക്ക്. ആ 1 മാസം ഞാൻ ഏത് രീതിയിൽ പഠിച്ചാൽ എനിക്കൊരു ബാങ്ക് ക്ലർക്കാവാം, എനിക്കൊരു ബാങ്ക് PO ആവാം. അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ എഴുന്നേക്കണം, എങ്ങനെ എണീക്കണം, എങ്ങനെ കിടക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ തന്നെ സജസ്റ്റ് ചെയ്ത് വെക്കണം. ഏത് രീതിയിൽ, എപ്പോൾ എഴുന്നേക്കണം, എപ്പോൾ പഠിക്കണം, എത്ര മണിക്ക് പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്ര ഇംപ്രൂവ് ആകണം, എത്ര ഫോക്കസ് ചെയ്യണം, എത്ര റിവൈസ് ചെയ്യണം, എത്ര GA പഠിക്കണം, എത്ര ഇംഗ്ലീഷ് നോക്കണം, ഏതൊക്കെയാണ് എൻ്റെ വീക്ക് പോയിന്റ്, എനിക്ക് എളുപ്പമുള്ള ഏതൊക്കെയാണ്, അത് ഞാൻ എത്ര റിവൈസ് ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പൊ അതിപ്പോ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങളെ തേടി ആ ഗോൾ വരും. നിങ്ങൾക്ക് അത് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഗോളിന് വേണ്ടിയുള്ള, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രയാണം ഇന്ന് തന്നെ തുടങ്ങുക. ഇനി ഒരു നിമിഷവും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല. കാരണം നമ്മുടെ ജീവിതം അത് ഈ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമ്മളൊരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെക്കണം. നമ്മൾ ഇതുവരെ ജീവിച്ചതിനേക്കാൾ ഒരു ജോലിക്കാരൻ, ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ ഇനിയുള്ള 2-3 മാസം കഠിനമായി പ്രയത്നിച്ചേ പറ്റും. അപ്പൊ മടി പിടിച്ചിരിക്കുന്ന എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. നമ്മുടെ ജീവിതം എങ്ങനെ വേണം തീരുമാനിക്കേണ്ട ദിവസങ്ങളാണ് ഇനി വരുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ ഇന്നുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എപ്പം വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് സജഷനും ഞാൻ ചെയ്തു തരും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്റെ മെയിൽ ഐഡിയും ടെലിഗ്രാം ചാനലിന്റെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ ചോദിക്കാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കാം. എന്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഫ്രീ ആയിരിക്കുന്ന സമയം ഞാൻ എന്ത് ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരാം. നിങ്ങളുടെ ഒരു ഡൗട്ടും വെച്ചുകൊണ്ട് നിങ്ങൾ എക്സാമിന് പോകാതിരിക്കുക. എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഫ്രീ മൈൻഡോടുകൂടിയാണ് എന്ത് ചെയ്യാൻ എക്സാമിന് പോകാൻ. നമ്മൾ പഠിക്കുന്ന എല്ലാ ക്വസ്റ്റിനും എളുപ്പ വഴികളുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക.
നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 2 മിനിറ്റ് എടുത്ത് 2.5 പേജിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ക്വസ്റ്റ്യൻ ഒരു എളുപ്പവഴിയുണ്ട്, അതെനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ ക്വസ്റ്റ്യന്റെ എളുപ്പവഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എക്സാം ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങാൻ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എളുപ്പവഴിയിൽ മാത്രം പഠിക്കുക, അത് ഫോളോ ചെയ്യുക, അത് വെച്ച് നമ്മൾ ഒരു എക്സാം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു. ശരി, വീണ്ടും കാണാം. ബൈ.